ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. പ്രചരണ രംഗത്ത് മുന്നേറി LDF സ്ഥാനാർത്ഥികൾ. UDF-ൽ സീറ്റ് ഉറപ്പിച്ചവർക്ക് വേണ്ടി പ്രവർത്തകർ സജീവമായി രംഗത്ത്. NDAയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ പ്രമുഖരെ സന്ദർശിക്കുന്ന തിരക്കിൽ. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. CC മുകുന്ദൻ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണന് സീറ്റില്ല. NDA സ്ഥാനാർത്ഥിയെ 2020-ലെ ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭ താൽക്കാലിക ജീവനക്കാരികൾ കുഴഞ്ഞു വീണു. അവശനിലയിലായ ചിന്നു, ജസ്ന എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. മണ്ണുത്തി കൊഴുപ്പുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിൽ. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ കുറവ് ജലസേചന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പലയിടത്തും നെൽകൃഷി കരിഞ്ഞുണങ്ങി. വാർത്തകളിലേക്ക് വിശദമായി. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും സീറ്റ് ഉറപ്പിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തകർ മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങി. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF പ്രചരണം ഊർജിതമാക്കി. LDF സ്ഥാനാർത്ഥികൾ 22-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. NDAയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സന്ദർശിക്കുന്ന തിരക്കിലാണ്. LDF-ൽ സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുള്ളതിനാൽ ആദ്യഘട്ടം ജനങ്ങളുമായുള്ള പരിചയം പുതുക്കലാണെന്ന് നേതൃത്വം പറയുന്നു. മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്കായി ചുവരെഴുത്തുകൾ നിറഞ്ഞുകഴിഞ്ഞു. പോസ്റ്റർ, ബോർഡ് പ്രചരണവും അതിവേഗം പുരോഗമിക്കുന്നു. പ്രഖ്യാപനം വന്നയുടനെ റോഡ് ഷോയുമായി പ്രചരണത്തിന് തുടക്കമിട്ട ഇടത് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണവർ. LDF-ന്റെ മണ്ഡലം കൺവെൻഷനുകൾക്ക് 22-ന് തുടക്കമിടും. UDF-ൽ സീറ്റ് ഉറപ്പിച്ചവർ തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാണ്. ചാലക്കുടിയിൽ സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫ്, മണലൂരിൽ TN പ്രതാപൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദ് എന്നിവർ രംഗത്തിറങ്ങി. ഒല്ലൂരിൽ ഷാജി കോടങ്കണ്ടത്തിനായി പ്രവർത്തകർ പോസ്റ്റർ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. NDAയിൽ പ്രഖ്യാപനം വന്ന BJP സ്ഥാനാർത്ഥികൾ ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സന്ദർശിക്കുന്ന തിരക്കിലാണ്. തൃശൂർ പത്മജ വേണുഗോപാൽ, മണലൂർ KK അനീഷ് കുമാർ, ഇരിങ്ങാലക്കുട സന്തോഷ് ചെറാക്കുളം, ചേലക്കര K ബാലകൃഷ്ണൻ എന്നിവരെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനിടെ 3 മുന്നണികളും സമൂഹ മാധ്യമ പ്രചരണം കൊഴുപ്പിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം ട്രോളുകളായി നിറയുകയാണ്. പ്രചരണ ഗാനങ്ങളും അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനി അധികം ദിവസങ്ങളില്ലാത്തതിനാൽ അതിവേഗം പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് രാഷ്ട്രീയ നേതൃത്വം. TCV ന്യൂസ്, തൃശൂർ. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. ഇന്നലെയാണ് CC മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചത്. ഇന്നലത്തെ തീയതി വെച്ചാണ് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ CC മുകുന്ദനെ CPIയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. നാട്ടിക മണ്ഡലത്തിൽ മുകുന്ദന് പകരം ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി CPI നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റ് എന്ന് വിമർശിച്ച CC മുകുന്ദൻ പണം പിരിച്ചു നൽകാൻ കഴിയാത്തതിനാലാണ് തന്നെ ഒഴിവാക്കിയതെന്നും ആരോപിച്ചു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. പിന്നീടാണ് മുകുന്ദൻ BJPയിൽ ചേർന്നത്. കൊടുങ്ങല്ലൂരിൽ NDA സ്ഥാനാർത്ഥിയായി 2020-ലെ ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. BJP ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയിരുന്നുവെങ്കിലും അവസാനവട്ട ചർച്ചയിൽ 2020-ക്ക് സീറ്റ് നൽകുകയായിരുന്നു. ഗോപാലകൃഷ്ണന് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് ഉണ്ടാകുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് PhD ബിരുദധാരിയാണ്. എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് മേഖലകളിൽ സ്വദേശത്തും വിദേശത്തും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ വർഗീസ് ജോർജ് 2020 പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭാ താൽക്കാലിക ജീവനക്കാരികൾ കുഴഞ്ഞു വീണു. അവശനിലയിലായ ചിന്നു, ജസ്ന എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചാലക്കുടിയിൽ നിന്ന് ചേരുന്നു. ജയൻ, എന്താണ് ഇവർ കുഴഞ്ഞു വീഴാൻ കാരണം? ലിബീഷ്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ചാലക്കുടി മാർക്കറ്റിൽ വെച്ച് ഈ സംഭവം ഉണ്ടായത്. കണ്ടിജന്റ് ജീവനക്കാരായ കോട്ട സ്വദേശി ചിന്നു, അതുപോലെ വെള്ളാഞ്ചിറ സ്വദേശി ജസ്ന എന്നിവരാണ് കുഴഞ്ഞു വീണത്. ഇതിൽ ജസ്നയാണ് ആദ്യം ഒരു 11 മണിയോടെ കുഴഞ്ഞു വീണത്. ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയെല്ലാം നൽകി. ഇതിനു ശേഷമാണ് മറ്റൊരു കണ്ടിജന്റ് ജീവനക്കാരായ ചിന്നുവിനും ഇതേ അവസ്ഥയുണ്ടായത്. കടുത്ത വേനലിനെ തുടർന്ന് സർക്കാർ ആരോഗ്യ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ലംഘിച്ചാണ് ചാലക്കുടി നഗരസഭയിലെ കണ്ടിജന്റ് ജീവനക്കാരെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് വിഭാഗം ജോലിക്ക് വിടുന്നത് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. നിരന്തരമായി ഇവർ ജോലി ചെയ്യുന്നു. രാവിലെ 6 മണിക്ക് വന്ന കണ്ടിജന്റ് ജീവനക്കാർ വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ശേഷമാണ് വീട്ടിൽ പോകുന്നത്. ഇത് സർക്കാർ ഉത്തരവിന് ലംഘനമാണെന്നാണ് പൊതുവെ ആരോപണം ഉയരുന്നത്. ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ LDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അംഗങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കുകയും തുടർന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഹെൽത്ത് സൂപ്രണ്ടിനെ നേരിൽ കണ്ട് പരാതി പറയുകയും എല്ലാം ചെയ്തു. ഇത് സംബന്ധിച്ച് ചർച്ചയും നടന്നു. തുടർന്ന് ആരോഗ്യ വകുപ്പ് വിഭാഗം പ്രത്യേക പരിഗണന എന്ന നിലയിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയോ 12:30 വരെയോ ഇവരെ ജോലിക്ക് നിർത്താമെന്ന്, ജോലി ചെയ്താൽ മതി എന്നുള്ള ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് അടുത്ത ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ചാലക്കുടി LDFന്റെ പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണിയെ അറിയിച്ചിരിക്കുന്നത്. കൗൺസിലർമാരായ VJ ജോജി, ഉഷ പരമേശ്വരൻ തുടങ്ങിയവരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ലിബീഷ്. ശരി ജയൻ. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. വള്ളത്തോൾ നഗർ താഴപ്ര സ്വദേശി സന്ധിക്കാണ് പൊള്ളലേറ്റത്. വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിന് പപ്പടം വറക്കുന്നതിനിടയിലാണ് പൊള്ളലേറ്റത്. മുഖത്തും ദേഹത്തും പൊള്ളലേറ്റവരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ടാക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ഒല്ലൂർ SI വരുൺ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്ത്, വിനീത്, നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. SI വരുൺ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്ത്, നീരജ് എന്നിവരുടെ കൈക്കും വിനീതിന്റെ കഴുത്തിലുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് പുലർച്ചെയാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് കൊഴുക്കുള്ളി സ്വദേശി പടിഞ്ഞാറെ വീട്ടിൽ വിഷ്ണുജിത്ത്, എളങ്കാട്ടിൽ ജിഷ്ണു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും. വിഷ്ണുജിത്തിനെ പിടികൂടുന്നതിനിടെയാണ് പോലീസ് വീട്ടിലെത്തിയത്. വീടിനകത്ത് കയറി പിടികൂടുന്നതിനിടെയാണ് അടുക്കളയിൽ പതുങ്ങിയിരിക്കുകയായിരുന്ന വിഷ്ണുജിത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പോലീസുകാർക്ക് നേരെ വീശിയത്. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ കുറവ് ജലസേചന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പലയിടത്തും നെൽകൃഷി കരിഞ്ഞുണങ്ങി. പൊരിങ്ങൽകുത്ത് ഡാമിൽ വൈദ്യുതി ഉൽപാദനം ഏറ്റവും താഴ്ന്ന രീതിയിലെത്തിയതാണ് തുമ്പൂർ മുഴിയിൽ നിന്നാരംഭിക്കുന്ന കനാലുകൾക്ക് വിനയായത്. മുൻപ് 2.5 മീറ്റർ ഉയരത്തിൽ വെള്ളം ഒഴുകിയിരുന്ന കനാലുകൾ ഇന്ന് ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെറിയ പുഴ പോലെ പ്രവർത്തിച്ചിരുന്ന മെയിൻ കനാൽ, ഉപകനാൽ ശൃംഖല ഹെക്ടർ കണക്കിന് പ്രദേശങ്ങളെ ഹരിതാപമാക്കിയിരുന്നു. ഇന്നാകട്ടെ ഏറ്റവും ഉയർന്ന വെള്ളം 1.60 മീറ്റർ. അതും പുലർച്ചെ മുതൽ 2 മണിക്കൂർ വരെ മാത്രം. പിന്നീട് ശോഷിച്ച് അത് 1/2 മീറ്ററിലെത്തി നിൽക്കും. മറ്റത്തൂർ, മാള മെയിൻ കനാലുകളെ ആശ്രയിക്കുന്ന നെൽകർഷകരും കുടിവെള്ള പദ്ധതികളും ഇപ്പോൾ പ്രതിസന്ധിയിലായി. ബ്രാഞ്ച് കനാലുകളിൽ വെള്ളം വിടുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ്. ഇത് കിണറുകളെ വരണ്ടതാക്കി. കാര്യമായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലേക്ക് കൂടി നാടെത്തിച്ചേരും. ജലക്ഷാമത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പോലീസ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിന്മാർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ, ഓഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കരുത്. ജാതി, മതം, വർഗം, കമ്മ്യൂണിറ്റി എന്നിവയുടെ പേരിൽ വിഭാഗീയതയോ ശത്രുതയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. വോട്ടെടുപ്പ് തീയതി, സ്ഥാനാർത്ഥികൾ, വർഗീയ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്.
മാള ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ അതിക്രമിച്ചു കയറി സെക്രട്ടറിയെയും ജനപ്രതിനിധിയെയും പോലീസിന്റെ സാന്നിധ്യത്തിൽ 4 മണിക്കൂർ തടഞ്ഞുവെച്ച CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF മാള സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാള ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. PK നൌഷാദ്, KK രവി നമ്പൂതിരി, PD ജോസ്, സോയി കോലഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിനെ നേരിടാൻ 1 മണിക്കൂർ മുൻപ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് വഴി തടഞ്ഞതിനെ തുടർന്ന് മാള വലിയവറമ്പ് റോഡിലെ വാഹന ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. പാലക്കാടിൽ UDF നേതാക്കളെ DCC മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥലത്തുനിന്ന് പഴയ കാർഷിക ഉപകരണങ്ങൾ മോഷണം പോയതായുള്ള പരാതി പോലീസിന് കൈമാറിയില്ലെന്നാരോപിച്ച് LDF അംഗങ്ങളും CPM നേതാക്കളും ചേർന്ന് നടത്തിയ ഉപരോധത്തിൽ സമരക്കാർക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ അതിക്രമിച്ചു കയറി തടഞ്ഞുവെച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന സെക്രട്ടറിയുടെയും അസഭ്യം പറഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെയും പരാതിയിലാണ് മാള പോലീസ് കേസെടുത്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ യുവതിയെ അയൽവാസി വീടിന് സമീപം റോഡിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്രിസ്റ്റഫർ നഗർ സ്വദേശി പുറത്തൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ മകൾ സൗമ്യയെ കുത്തിക്കൊന്നത്. പ്രതി ക്രിസ്റ്റഫർ നഗർ സ്വദേശി അപ്പാടൻ തോമസിനെ നാട്ടുകാരുടെ സഹായത്തോടെ ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിന് ശേഷം ഓടിപ്പോകുന്നതിനിടെ കിണറ്റിൽ വീണ പ്രതിയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പാചകവാതക ക്ഷാമം പരിഹരിക്കുക, പെട്രോൾ, ഡീസൽ എന്നിവയുടെ മേൽ ഈടാക്കുന്ന നികുതി കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് താഴേക്കാടൻ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജിയോ ജോസഫ്, പോളി റാഫേൽ, VC വിൻസെന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കിണറ്റിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാനിറങ്ങിയ പിതാവ് മരിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് വാരിയത്ത് വിളപ്പിൽ 30 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. മകൻ 4 വയസ്സുകാരൻ ആയുഷ് കിണറ്റിൽ വീണപ്പോൾ രക്ഷിക്കാനായി ഇറങ്ങിയതായിരുന്നു വിഷ്ണു. തുടർന്ന് സമീപവാസികളെത്തി ഇരുവരെയും പുറത്തെത്തിച്ചുവെങ്കിലും വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിൽ പുനരുദ്ധാരണ ജോലികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ 26 വരെ ചില ട്രെയിൻ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കി. ചെന്നൈ ആലപ്പുഴ പ്രതിദിന എക്സ്പ്രസ് 30 മിനിറ്റ് വൈകിയോടും. പാലക്കാട് എറണാകുളം മെമു ആലുവയിൽ യാത്ര അവസാനിപ്പിക്കും. എറണാകുളത്ത് നിന്ന് പാലക്കാടേക്കുള്ള മെമു ട്രെയിൻ ആലുവയിൽ നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഇടപ്പള്ളിയിൽ സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ് കോട്ടയത്ത് യാത്ര അവസാനിപ്പിക്കും. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആലുവയിൽ നിന്നായിരിക്കും സർവീസ് ആരംഭിക്കുക. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ സ്വാഗതം ചെയ്ത് എളവള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ജിയോ ഫോക്സ്, CJ സ്റ്റാൻലി, പ്രസാദ് വാഗ, വർഗീസ് മാനത്തിൽ, പ്രസാദ് പണിക്കർ, NK സുലൈമാൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വോട്ടഭ്യർത്ഥനയുമായി ചെറുതുരുത്തിയിലെത്തി. കേരള കലാമണ്ഡലത്തിലും ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലും പുതുശ്ശേരി സ്കൂളിലും അദ്ദേഹം സന്ദർശനം നടത്തി. മേഖലയിലെ കടകളിൽ കയറിയും വോട്ട് അഭ്യർത്ഥിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ തുടങ്ങിയവരും ഒപ്പം ഉണ്ടായിരുന്നു.
റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റംസാൻ മുബാറക്. റംസാൻ നോമ്പുതുറ വിഭവങ്ങളിൽ പഴങ്ങൾക്കുള്ള പ്രാധാന്യം സവിശേഷമാണ്. റംസാൻ മാസം പഴവിപണിക്ക് ഉത്സവകാലമാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് നാരങ്ങാവെള്ളവും ഈന്തപ്പഴവുമാണ് നോമ്പ് തുറക്കാൻ പ്രധാനം. പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിനാൽ ക്ഷീണമകറ്റാൻ ജലാംശം കൂടിയ പഴങ്ങൾക്ക് പ്രാധാന്യമേറും. തണ്ണിമത്തൻ, മധുര നാരങ്ങ, മുന്തിരിങ്ങ തുടങ്ങിയവ നോമ്പുതുറയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഇനങ്ങളാണ്. വിപണിയിൽ തണ്ണിമത്തന് 24 രൂപയും ഓറഞ്ചിന് 100-150 രൂപയുമാണ് വില. കുടുംബങ്ങളിലെ നോമ്പുതുറ മുതൽ സമൂഹ നോമ്പുതുറകളും ഇഫ്താർ സംഗമങ്ങളും വരെ വിഭവങ്ങളിൽ വിവിധയിനം പഴങ്ങൾക്ക് സവിശേഷ സ്ഥാനം നൽകുന്നതിനാൽ പഴവിപണി ഇക്കാലത്ത് സജീവമാണ്. വിവിധയിനം ഈന്തപ്പഴം 200 രൂപ മുതൽ ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം വിലയെ കാര്യമായി ബാധിച്ചിട്ടില്ല. സീഡ്ലെസ് മുന്തിരി 140-190, ആപ്പിൾ 200-350, പൈനാപ്പിൾ 75, മാമ്പഴം 80-175, പേരയ്ക്ക 100-120, മാതളം 230, ഡ്രാഗൺ ഫ്രൂട്ട് 150, ഷമാം 145, കിവി 110, സപ്പോട്ട 110, പപ്പായ 45 എന്നിങ്ങനെയാണ് വിവിധ പഴങ്ങളുടെ വില നിലവാരം. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങൾക്ക് വിലയേറുമെങ്കിലും വിപണിയിൽ ഇപ്പോൾ സുലഭമാണ്. നോമ്പുതുറകളും അതിനോടനുബന്ധിച്ചുള്ള വിരുന്നുകളും പണ്ടത്തേക്കാൾ ജനകീയവും ആഘോഷപൂർണവുമായതോടെ നോമ്പുതുറകൾ വിഭവ സമൃദ്ധങ്ങളായി. വിദേശ പഴങ്ങൾ ഉൾപ്പെടെ പലതരം പഴങ്ങൾ നോമ്പുതുറകൾക്ക് മാധുര്യമേകാൻ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ പതിവായി കഴിഞ്ഞു. TCV തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്. ഇരട്ട ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമായാണ് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ വ്യാഴാഴ്ച വെളുപ്പിന് ആരംഭിക്കും. പുലർച്ചെ 4-ന് നട തുറക്കും. തുടർന്ന് നിർമ്മാല്യ ദർശനം, ശാസ്താവിന് കരിക്കഭിഷേകം എന്നിവ നടക്കും. 5:15-ന് ചുറ്റുവിളക്ക് ആരംഭിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം രാവിലെ 8-ന് തുടങ്ങും. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകൾ തെളിയും. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. സ്വാതന്ത്ര്യ സമരസേനാനിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KA തോമസ് മാസ്റ്ററുടെ പേരിൽ മികച്ച പൊതുപ്രവർത്തകർക്കായി മാള KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കവി കുരീപ്പുഴ ശ്രീകുമാർ അർഹനായി. 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതിഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. തോമസ് മാസ്റ്ററുടെ 15ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 27-ന് മാള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. ജൂറി അംഗങ്ങളായ PN ഗോപികൃഷ്ണൻ, പ്രൊഫസർ കുസുമം ജോസഫ്, ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR പുരുഷോത്തമൻ, സെക്രട്ടറി PK കിട്ടൻ, ജോയിന്റ് സെക്രട്ടറി ബൈജു മണത്തറ എന്നിവർ പങ്കെടുത്തു. സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വാടക വീട് തകർത്ത് വീട്ടുപകരണങ്ങളും മറ്റും റോഡിലേക്ക് വലിച്ചിട്ടെന്ന് തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ പരാതി. തൃശൂർ കുരിയച്ചിറ മാവേലി നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന മധുര സ്വദേശികളായ മുരുകൻ, ഭാര്യ ശാന്തി എന്നിവരാണ് ദുരനുഭവം സംബന്ധിച്ച് പരാതിയുമായി രംഗത്തെത്തിയത്. ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് പോയ ഇവർ മടങ്ങിയെത്തിയപ്പോഴാണ് കെട്ടിട ഉടമ ഹിറ്റാച്ചി ഉപയോഗിച്ച് വാടക കെട്ടിടം തകർക്കുകയും വീട്ടുപകരണങ്ങൾ വഴിയിലേക്ക് വലിച്ചിടുകയും ചെയ്തത്. ഇതോടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളെല്ലാം നശിച്ചതായി ഇവർ പറയുന്നു. ഇതോടെ വസ്ത്രങ്ങൾ ഇസ്തിരി ചെയ്ത് ജീവിക്കുന്ന മുരുകനും കുടുംബത്തിനും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും കുടുംബം ആക്ഷേപം ഉന്നയിച്ചു. ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയുള്ള വീട്ടുടമയുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് മുരുകനും ശാന്തിയും. തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDS ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത ജിഷ സന്തോഷിനെ CPM പുല്ലഴി ഫ്രണ്ട്സ് നഗർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ADS പ്രസിഡന്റ് ബിന്ദു ആൻഡോ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ VG നാരായണൻ ഉപഹാരം നൽകി. PK വിനോദ് പങ്കെടുത്തു.
കോടശ്ശേരി, പരിയാരം, അതിരപ്പള്ളി പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കാട്ടാനകളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് നിവേദനം നൽകി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവ് സംഭവമാണെന്നും പ്രദേശത്ത് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചിമ്മിനി ഉൾക്കാട്ടിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. ചിമ്മിനി പ്രദേശത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ ജോലിയാണ് ഫോറസ്റ്റ് വാച്ചറുടെ മരണത്തിന് കാരണമായതെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫോറസ്റ്റ് വാച്ചർ കുമാറിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തകരായ PM അബ്ബാസ്, KA അബ്ദുൽ കരീം, CV ഷാജി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ചുള്ള 10ാമത് തീർത്ഥാടന പദയാത്ര വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 7-ന് ആമ്പല്ലൂർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം ചെയ്യും. ദിവ്യബലിക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമ്മികത്വം വഹിക്കും. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ജോസഫ് പൂവത്തുകാരൻ, ട്രസ്റ്റി ഷിജോ ഞെരിഞ്ഞാംപിള്ളി, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽപീടിയ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ 18, 19 തീയതികളിൽ ആഘോഷിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 18-ന് വൈകിട്ട് ജപമാല, ദിവ്യബലി എന്നിവ നടക്കും. ഫാദർ സിജോ വേലിക്കകത്തോട്ട് മുഖ്യ കാർമ്മികനാകും. 19-നാണ് ഊട്ടുതിരുനാൾ. വികാരി ഫാദർ ബെഞ്ചമിൻ, ജൈജു ഇലഞ്ഞിക്കൽ, ട്രസ്റ്റി ഐവൺ വഞ്ചിപ്പുര, സുബിൻ ജേക്കബ്, സെബാസ്റ്റ്യൻ കുറ്റിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി അന്നദാന യജ്ഞ സമിതിയുടെയും ക്ഷേത്രോപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭക്തർക്കായി അന്നദാനം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ മാസം 19, 20, 21 തീയതികളിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ 3 നേരവും അന്നദാനം, ചികിത്സാ സഹായം, കുടിവെള്ളം, ആംബുലൻസ്, ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയ സേവനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഭരണി ആഘോഷ നാളുകളിൽ 3 ലക്ഷത്തിലധികം പേർക്കാണ് ഭക്ഷണം വിളമ്പുക. യജ്ഞസമിതി പ്രസിഡന്റ് മേജർ ജനറൽ V. വിവേകാനന്ദൻ, T. സുന്ദരേശൻ, OP സുരേഷ്, KK ഭരതൻ, രാജു ഈശ്വരമംഗലത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BJP അംഗത്വം സ്വീകരിച്ച CC മുകുന്ദൻ MLAക്ക് NDA നാട്ടിക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. തൃപ്രയാർ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ്, EP ജാൻസി, സിദ്ധൻ പറയങ്ങാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമല മേരി റാണി പബ്ലിക് സ്കൂളിലെ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ഗ്രാജുവേഷൻ ദിനാഘോഷം നടന്നു. അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ആൻസലീന അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസ്മ തെരേസ്, PTA പ്രതിനിധി ആൻഷിലു എന്നിവർ സംസാരിച്ചു. അടാട്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർ സിമി അജിത് കുമാർ സമ്മാന വിതരണം നടത്തി. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് 2ാം വാർഡ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കരിയ, വാർഡ് മെമ്പർമാരായ ഷാഹിർ പഴുംപറമ്പിൽ, നസീമ പുതിയ വീട്ടിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK സൈദു, മണ്ഡലം ട്രഷറർ TK ഉബൈദ്, ശാഖാ പ്രസിഡന്റ് KM അബ്ദുൽ കരീം മാസ്റ്റർ, സെക്രട്ടറി A അബ്ദുള്ളക്കുട്ടി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അബ്ജു തലാശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. കാരുണ്യ പ്രവർത്തനമായും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബൈത്തുർ റഹ്മാൻ എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ മഹത്തായ. പഞ്ചാബിൽ നടന്ന ദേശീയ വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിൽ ഇരിങ്ങാലക്കുട സ്വദേശി അഡ്വക്കേറ്റ് റിജേഷ് വടക്കേടത്തിന് മെഡൽ. 100 മീറ്റർ ഹർഡിൽസിൽ 1ാം സ്ഥാനവും, ട്രിപ്പിൾ ജമ്പിൽ 3ാം സ്ഥാനവും, ജാവലിൻ ത്രോയിൽ 3ാം സ്ഥാനവും നേടി. 4x100 മീറ്റർ റിലേയിൽ വെള്ളി നേടിയ ടീമിനും അംഗമായിരുന്നു. വെറ്ററൻസ് അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയാണ് റിജേഷ്. തൃശൂർ ആത്രേയ ആശുപത്രിയിൽ സംസ്ഥാനതല ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. റീസ്പെയിൻ 2026 എന്ന പേരിലാണ് സെമിനാർ നടത്തിയത്. ആത്രേയ ആശുപത്രി അങ്കണത്തിൽ നടത്തിയ സെമിനാറിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാംകുമാർ മേനോൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിലെ ഓപ്പറേഷൻസ് ക്വാളിറ്റി ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ റമിൽ യേശുദാസ് ആശംസ അർപ്പിച്ചു. ആത്രേയ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റ് എൽസ പോൾ, കൊച്ചി രാജഗിരി ആശുപത്രി ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ വിജയൻ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ആത്രേയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ലീഡ് ന്യൂറോ സർജനുമായ ഡോക്ടർ രാംകുമാർ മേനോൻ,
ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ പ്രഗത്ഭ ഹാർട്ട് ആൻഡ് മൈക്രോ സർജൻ ഡോക്ടർ ബിനോയ് പി എസ്, ആത്രേയ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ ഡെയിൻ ഡേവിസ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ സുബിൻ സോളമൻ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ഹാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ അഭിരാമി AS തുടങ്ങി മധ്യകേരളത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ റീഹാബിലിറ്റേഷനിലെ നൂതന സാധ്യതകളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു. തൃശൂർ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രിൻസിപ്പൽമാർ, ഡോക്ടർമാർ എന്നിവർ സെമിനാറിൽ സംബന്ധിച്ചു. പങ്കെടുത്ത മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പെരുവല്ലൂർ മേഖല UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. പെരുവല്ലൂർ കരിങ്കൽ ക്വാറി പ്രദേശം, കുളം റോഡ്, ഗ്രൗണ്ട് എന്നിവയുടെ സമഗ്ര വികസനത്തിന് നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ സമരസംഗമം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NR അജിത് അധ്യക്ഷത വഹിച്ചു. ക്വാറി പരിസരത്ത് ചേർന്ന യോഗത്തിൽ NK ഷംസുദ്ദീൻ, PK രവി, സുനീതി അരുൺകുമാർ, NA ഹസൻ, ആശാ കരുമത്തിൽ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. മധ്യവേനൽ അവധിയിൽ വമ്പിച്ച ഓഫറുകളും സമ്മാനങ്ങളുമായി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഒരുങ്ങി. വിശ്വസ്തതയുടെ 37 വർഷങ്ങൾ പിന്നിടുന്ന വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഏറ്റവും മികച്ച മധ്യവേനൽ ഡിസ്കൗണ്ടുകൾ ഒരുക്കി ഉപഭോക്താക്കളുടെ മനം കവരുകയാണ്. ഇൻഡക്ഷൻ കുക്കർ, ഇൻഫ്രാറെഡ് കുക്കർ, ഇലക്ട്രിക് റൈസ് കുക്കർ, ഓവൻ തുടങ്ങിയവയ്ക്ക് അധികം സ്റ്റോക്കും അതിശയിപ്പിക്കുന്ന വിലക്കിഴിയും വേണൂസിൽ ലഭ്യമാണ്. ഗ്യാസിന്റെ ലഭ്യത കുറവ് ഇനി ഒരു പ്രശ്നമാവില്ല. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡില് മൈക്രോ ഓവൻ, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, ഇൻഫ്രാറെഡ് കുക്കർ, OTG എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ എല്ലാ ബ്രാൻഡുകളുടെയും വന്നിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാ കമ്പനികളുടെയും EMI സ്കീമും അതേപോലെ തന്നെ സ്റ്റോക്കും അവൈലബിൾ ആണ്. നിങ്ങൾ എവരെയും ഞാൻ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് സ്വാഗതം ചെയ്യുന്നു. AC-കൾക്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ് വേണൂസ് ഒരുക്കിയിരിക്കുന്നത്. മാക്സിമം ചിൽ, മിനിമം ബിൽ ഓഫർ വേണൂസിൽ തുടങ്ങിക്കഴിഞ്ഞു. 1 ടൺ 3 സ്റ്റാർ ഇൻവെർട്ടർ AC-കൾക്ക് 19,990 മുതലാണ് വില. എയർ കൂളറുകൾക്ക് 4,999 രൂപയും. ഓരോ AC പർച്ചേസിനും 1,899 രൂപ വിലയുള്ള AC ബ്ലാങ്കറ്റ് തികച്ചും സൗജന്യമാണ്. 20-ൽ പരം ബ്രാൻഡുകളാണ് വേണൂസിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വേനൽ ചൂട് ഒരു പ്രശ്നമാവില്ല. വേണൂസിൽ മാക്സിമം ചില്ല്, മിനിമം ബില്ല് എന്നുള്ള ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രീമിയം ബ്രാൻഡുകളിലും AC-കൾ നമുക്ക് ലഭ്യമാണ്. ഇതിന്റെ EMI സ്കീമും ഉണ്ട്. 0% ഇൻട്രസ്റ്റിൽ പർച്ചേസ് ചെയ്യാം. ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. അപ്പൊ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുക. ഇത് ഇൻസ്റ്റലേഷൻ പ്രിയുള്ള ബ്രാൻഡുകളും ഉണ്ട്. വേണൂസിന്റെ എല്ലാ സ്റ്റോറിലും അതിശയിപ്പിക്കുന്ന വിലകുറവും തന്നെയല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. നിങ്ങളുടെ AC ഏത് രീതിയിൽ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പർപ്പസ് എന്നനുസരിച്ചുള്ള ഇൻവെർട്ടർ ടെക്നോളജി, നോൺ ഇൻവെർട്ടർ ടെക്നോളജി, കാസറ്റ്, ടവർ AC എല്ലാത്തരം AC-കളും വേണൂസിൽ ലഭ്യമാണ്. എല്ലാവരെയും ഞാൻ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിലേക്ക് സ്വാഗതം ചെയ്യും. ഇത് വേണൂസിന്റെ മാത്രം പ്രത്യേകതയാണ്. കസ്റ്റമേഴ്സിന് ആവശ്യമായ ബ്രാൻഡുകൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷനും പരിചയസമ്പന്നരായ സെയിൽസ് എക്സിക്യൂട്ടീവ്സും വേണൂസിൽ ലഭ്യമാണ്. ഫ്രിഡ്ജ്, എയർ കൂളർ, ഫ്രീസർ, ഫാൻ എന്നീ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ കളക്ഷനും അതിശയിപ്പിക്കുന്ന വിലക്കിഴിവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വേണൂസിന്റെ മണ്ണുത്തി, കാളത്തോട്, വടക്കാഞ്ചേരി, പാട്ടുരാക്കൽ, തൃപ്രയാർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, കൊടകര, വെസ്റ്റ് ഫോർട്ട്, ചാവക്കാട് ഷോറൂമുകൾ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലുള്ള മറ്റ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഷോറൂമുകളിലും ഈ ഓഫർ ലഭ്യമാണ്. 37ാം വാർഷികവും വിഷുവും ഒന്നിച്ചെത്തുന്ന അവസരത്തിൽ ഉപഭോക്താക്കൾക്ക് ഇരട്ടി മധുരം സമ്മാനിക്കുകയാണ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് എന്ന് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. പ്രചരണ രംഗത്ത് മുന്നേറി LDF സ്ഥാനാർത്ഥികൾ. UDF-ൽ സീറ്റ് ഉറപ്പിച്ചവർക്ക് വേണ്ടി പ്രവർത്തകർ സജീവമായ രംഗത്ത്. NDA-യിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ പ്രമുഖരെ സന്ദർശിക്കുന്ന തിരക്കിൽ. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. CC മുകുന്ദൻ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണന് സീറ്റില്ല. NDA സ്ഥാനാർത്ഥിയായി 2020-ലെ ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭാ താൽക്കാലിക ജീവനക്കാരികൾ കുഴഞ്ഞു വീണു. അവശനിലയിലായ ചിന്നു, ജസ്ന എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. മണ്ണുത്തി കൊഴുപ്പുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിൽ. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ കുറവ് ജലസേചന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പലയിടത്തും നെൽകൃഷി കരിഞ്ഞുണങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.